ഇവരെന്തും പറയാൻ പാടില്ല. ഈ പെണ്ണുങ്ങൾ എന്തെങ്കിലും പറഞ്ഞു എടീന്നൊന്നും വിളിക്കരുത് കേട്ടോ. ഭാര്യയെ കയറി എടീന്നൊന്നും വിളിച്ചേക്കരുത്. ആമിനെ കൊണ്ട് കേസ് കൊടുത്ത അകത്ത. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നിങ്ങൾക്കൊക്കെ സ്വർഗം തരുമാറാകട്ടെ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ആയിഷ ബീബി റളിയല്ലാഹു തആല ഇതൊന്നും അറിഞ്ഞില്ല. ആയിഷ ബീബി കഥ ഒന്നും അറിയണില്ല. പനി പിടിച്ചു, വീടിന്റെ അകത്ത് കിടക്ക. നബിതങ്ങളോട് ചോദിച്ചു, നബിയെ ഞാൻ വീട്ടിൽ പൊക്കോട്ടെ നബിയെ? അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, കുറച്ചു ദിവസം വീട്ടിൽ പോയി നിൽക്കും മോളെ, സമാധാനം കിട്ടട്ടെ. പക്ഷെ ആയിഷ ബീവി വീട്ടിൽ പോയപ്പോഴാ ഈ പുറത്തു നടക്കുന്ന സംഭവം മുഴുവൻ അറിയുന്നേ. വല്ലാതെ സങ്കടപ്പെട്ടു പോയടോ. ആയിഷ ബീബി തകർന്നുപോയി. ഭക്ഷണമില്ല, വെള്ളം കുടിയില്ല, ഇങ്ങനെ കരച്ചല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയും, എൻ്റെ മോൾ ഇങ്ങനെ കിടക്കും അനങ്ങാതെ. ഞാൻ പോയിട്ട് കാലി തട്ടി നോക്കും ജീവനുണ്ടോന്ന്. അത്രത്തോളം ആയിഷ കരഞ്ഞു. ആയിഷ ബീബി കരഞ്ഞപ്പോഴാണ് അള്ളാഹുവിന്റെ ഖുർആനിൽ 10ഓളം ആയത്ത് ഒറ്റയടിക്ക്. ആയിഷ ബീവിയുടെ മനസ്സൊന്ന് സങ്കടപ്പെട്ടപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് കരഞ്ഞപ്പോ പരിശുദ്ധമായ ഖുർആനിൽ അവിടെ ആയത്തിറങ്ങുകയാണ്, ആയിഷ നിരപരാധിയാ, ആയിഷ നിരപരാധിയാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അവിടെ ആയത്തിറങ്ങുകയാണ്. അല്ലാഹുവേ പടച്ചവനെ, മനസ്സു വേദനിച്ചപ്പോ അല്ലാഹു സമാധാനിപ്പിച്ച മൂന്നാമത്തെ അടിമ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ. ആയിഷ ബീബി ആയത്തുകൾ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് ഖുർആനിൽ ആയത്ത് തുടർച്ചയായി ഇറങ്ങി മഹദിയായ ആയിഷ ബീവിക്ക് വേണ്ടി. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഈ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠം, ഒരു വാർത്ത കേട്ടാൽ നീ നല്ലത് മാത്രം ചിന്തിക്ക്, ആവശ്യമില്ലാത്തത് ചിന്തിക്കരുത്, കണ്ണിൽ കാണാത്തത് പറയരുത്, ഉറപ്പില്ലാത്തത് പറയരുത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറപ്പില്ലാത്ത വിഷയം അത് താടിയുള്ളവനാ പറയുന്നേ, തഴമ്പുള്ളവനാ പറയുന്നേ, ഫർദയും ഹിജാബും ഇട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തസ്ബീഹ് പറഞ്ഞുകൊണ്ട് ഇട്ടുകൊണ്ട് നടക്കണ ഉമ്മായാ പറയുന്നെങ്കിലും വിശ്വസിക്കരുത്. കാണുമ്പോ തന്നെ ഓടിയേക്കണം. യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. ഖുർആൻ. യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, അല്ലാഹനെ കൊണ്ട് വിശ്വസിച്ചവരെ, ഇൻ ജാഅകുൻ ഫാസിഖുൻ, ഒരു വൃത്തികെട്ടവൻ, ഒരു പാവി, ചിലപ്പോ താടി കാണും, ചിലപ്പോ തൊപ്പി കാണും, ചിലപ്പോ ഹജ്ജ് ചെയ്തിട്ടുണ്ടാകും, ചിലപ്പോ പ്രഭാഷകനായിരിക്കും, ചിലപ്പോ പള്ളിയിലെ ഇമാമായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഉമ്മയായിരിക്കും. നിന്റെ അടുക്കൽ വന്ന് പറഞ്ഞാൽ നീ കേൾക്കരുത്. കൺഫേം ചെയ്യാതെ പറയരുത്. ഒരിക്കൽ മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, ബോറടിക്കുന്നുണ്ടോ? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഇശാ നിസ്കാരം താമസിച്ചിട്ടാ അന്ന് പള്ളിയിൽ നിന്ന് വരുന്നേ. ഇങ്ങനെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ രാത്രി ഇങ്ങനെ വരുമ്പോ ഒരാള് തലയിൽ തുണി ഇട്ടിട്ട് ഇങ്ങനെ പതുങ്ങി പതുങ്ങി പോകുന്നു. ആ പോക്ക് കണ്ടാൽ തന്നെ അറിയാം അതൊരു കള്ളപ്പോക്കാണെന്ന്. അബൂ തൽഹ റളിയല്ലാഹു തആല ചിന്തിക്കുന്നു, ഉമർ രാജ്യം ഭരിക്കുന്ന ഈ കാലത്ത് ആരാ ഈ പതുങ്ങി പതുങ്ങി പോണേ? ഓനൊന്ന് പിടിക്കണമല്ലോ, എവിടെ പോവാന്ന് അറിയണമല്ലോ. അബൂ തൽഹ റളിയല്ലാഹു തആല പുറകിൽ പോയി, അയാളുടെ പുറകിൽ പോയി. ഇയാളെ തലയിൽ തുണിയിട്ടിട്ടാ പോണേ. ഇങ്ങനെ നടന്ന് 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 ആരുമില്ലാതെ ഒറ്റക്കിരിക്കുന്ന ഒരു വീടിന്റെ മുമ്പിൽ ചെന്നു. ആരുമില്ലാത്ത ഒരു വീടിന്റെ മുമ്പിൽ ചെന്നു. അപ്പൊ തന്നെ മനസ്സിലായി എന്തിനാ പോണേന്ന്. അബൂ തൽഹ റളിയല്ലാഹു തആല ആരോടും പറഞ്ഞില്ല, മിണ്ടിയില്ല, പുറകിൽ പോയി. ആരാ അല്ലാഹ് ഇത്? ഈ വീടിന്റെ അകത്ത് ഈ ഒളിച്ചു കയറുന്ന ആളാരാ? ഈ പോയ ആള് വീട്ടിൽ ചെന്നിട്ട് അനുവാദം ഒന്നും ചോദിക്കാതെ ഒളിച്ചും പാത്തും വാതില് തുറന്നിട്ട് അകത്തേക്ക് കയറി. അങ്ങനെ വാതില് തുറന്നിട്ട് അകത്തോട്ട് കയറുമ്പോ ആ വീടിന്റെ അകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കിന്റെ വെളിച്ചത്തിൽ ആ കേറിപ്പോകുന്ന മനുഷ്യന്റെ മുഖം കണ്ടു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു. ആ ഒളിച്ച് കേറിപ്പോയത് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, രാജ്യത്തിന്റെ ഭരണാധികാരി, തലയിൽ തുണിയിട്ടിട്ട് രാത്രി ഒരു വീടിന്റെ അകത്ത് ഒളിച്ചു കയറുകയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചിന്തിക്കുക, ആരാ അല്ലാഹ് ഉമറിനെ കീഴ്പ്പെടുത്തിയത്? ആരാ റബ്ബേ? നമ്മളാണെങ്കിൽ ഒന്ന് പള്ളിയിലെ ഉസ്താദ് എങ്ങാണം ആണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അല്ലാഹു അഅലം. രാത്രി ഏതെങ്കിലും ഒരാളുടെ വീട്ടിൽ കയറുന്ന രംഗമാണെങ്കിൽ പിന്നെ തെങ്ങി കെട്ടിയിട്ടാ ചോദിക്കണേ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അബൂ തൽഹ റളിയല്ലാഹു തആല ആളെ കണ്ടു, പുറത്തു നിന്നു, ആരെയും വിളിച്ചൊന്നും കൂട്ടിയില്ല. ഇറങ്ങി വരുമ്പോ ചോദിക്കാം, നേരിട്ട് തന്നെ ചോദിക്കാം.
കുറേ നേരം പുറത്തു നിന്നിട്ട് ഇറങ്ങി വരണില്ല. അവസാനം അബൂ തൽഹ തങ്ങളൊരു അടയാളം വെച്ചു ആ വീടിന്. എന്നിട്ട് പോയി വീട്ടിൽ പോയി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. രാവിലെ എഴുന്നേറ്റു സുബഹിക്ക് പള്ളിയിൽ പോയപ്പോ ഇമാമ നിൽക്കണത് ആരാ? ഈ ഉമർ തങ്ങള്. ഇന്നലെ രാത്രി ഒരു വീടിന്റെ അകത്ത് പതുങ്ങി കയറിയ ആളാ ഇമാമത്ത് നിൽക്കണേ. നിസ്കാരം കഴിഞ്ഞു സലാം വീട്ടി. വല്ലാത്ത വിഷമം. അബൂ തൽഹ റളിയല്ലാഹു തആല ഇറങ്ങി ആ വീട്ടിൽ പോയി. ആ വീട്ടിൽ തന്നെ പോയി വീടിന്റെ പുറത്തു പോയിട്ട് അവിടെ നിന്ന് അനുവാദം ചോദിച്ചു. സലാം പറഞ്ഞു. സലാം പറഞ്ഞപ്പോ വീടിന്റെ അകത്ത് നിന്ന് കേൾക്കുന്ന ശബ്ദം ഒരു പെണ്ണിന്റെ ശബ്ദവാ. അപ്പൊ പെണ്ണാണെന്ന് ഉറപ്പായി. ആ വീടിന്റെ അകത്ത് പെണ്ണാണെന്ന് ഉറപ്പായി. എന്നിട്ടും അബൂ തൽഹ പോയില്ല, കൺഫേം ചെയ്യണം. അനുവാദം ചോദിച്ചു. വീടിന്റെ അകത്ത് കടന്നു ചെല്ലുമ്പോ ഒരു പ്രായമായ ഉമ്മയെ ആ വീട്ടിൽ കിടക്കുന്നു. ഒരു പ്രായമായ വൃദ്ധ കിടക്കുന്നു. അബൂ തൽഹ റളിയല്ലാഹു തആല ചോദിച്ചു, ഉമ്മ ഇന്നലെ രാത്രി ഒരാൾ ഇവിടെ വന്നല്ലോ, എന്തിനാ ഉമ്മ വന്നേ? അത് എല്ലാ ദിവസവും രാത്രി വരും, എന്നെ കുളിപ്പിക്കും, എൻ്റെ മൂത്രവും കാഷ്ടവും ഒക്കെ കഴുകി വൃത്തിയാക്കും, എനിക്ക് വസ്ത്രം ഇട്ട് തരും, എൻ്റെ വസ്ത്രം കഴുകി തരും, എനിക്ക് ഭക്ഷണം വെച്ചിട്ട് എനിക്ക് തിന്നാൻ പല്ലില്ലാത്തത് കാരണം ആ മോൻ തന്നെ വായിക്കകത്ത് വെച്ച് ചവച്ചരച്ചിട്ട് എനിക്ക് വാരിത്തരും. എന്നും രാത്രി വരാറുണ്ട്. അബൂ തൽഹ റളിയല്ലാഹു തആല ചോദിച്ചു, ഉമ്മ അതാരാണെന്നറിയോ? അറിയില്ല മോനെ. അതാരാണെന്നറിയോ? ഞാൻ എത്ര പേര് ചോദിച്ചിട്ടും പറയണില്ല. ഉമ്മ പറയാ, ഞാൻ ആരാണെന്ന് ചോദിച്ചിട്ട് എനിക്ക് പറഞ്ഞു തരുന്നില്ല. അബൂ തൽഹ റളിയല്ലാഹു തആല പറഞ്ഞു, ഉമ്മ അതാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. നേരെ ഓടി, നേരെ പള്ളിയിലേക്ക് ഓടി. അബൂ തൽഹ റളിയല്ലാഹു തആല ഉമർ തങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് കരയാൻ തുടങ്ങി. കെട്ടിപ്പിടിച്ചിട്ട് കരയാൻ തുടങ്ങി. എന്തേ അബൂ തൽഹ, ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. പൊരുത്തന്താ? ഒരല്പനേരത്തേക്കെങ്കിലും, ഒരു രാത്രിയെങ്കിലും നിങ്ങളൊരു മോശക്കാരനാണെന്ന് ഞാൻ കരുതിപ്പോയി, എനിക്ക് പൊരുത്തം തരണേ എന്ന് പൊട്ടിക്കരഞ്ഞു പൊരുത്തം ചോദിച്ചു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എടോ, ഇതിൽ കാണാത്ത കാര്യം പറയരുത്, ഇനി ചെയ്തതാണെങ്കിലും പറയരുത്. അതാ മനസ്സിലാക്കേണ്ടത്. എല്ലാരും ചോദിക്കുന്നത്, ഓള് ചെയ്തതല്ലേ ഞാൻ പറഞ്ഞേ? ഓള് ചെയ്തത് അള്ളാനോട് പറഞ്ഞാൽ തീരും. നീ പറഞ്ഞത് അള്ളാനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഓളോട് തന്നെ ചെന്ന് പറ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെറിയ പാപമൊന്നുമല്ല, അത് വലിയ പാപമാ. നമ്മൾ നിസ്സാരമായി കാണുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തവരാ. എപ്പോ എവിടെ വെച്ചാണ് മരണം വരുന്നെന്നറിയില്ല. ഏത് രീതിയിലും മരണം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാം. ഏത് സമയത്തും എങ്ങനെയും കടന്നു വരാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചിരിയും കളിയും സന്തോഷമല്ല, തകർത്ത് കളയുന്ന മരണം നമ്മുടെ മുമ്പിലേക്ക് ഇടിത്തി വീഴുന്നത് പോലെ കടന്നു വരാ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ മുഴുവനും നീ പുറത്തു തരണേ അല്ലാ. ഞങ്ങൾ ഇന്നീ നിമിഷം വരെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന സർവ്വ അപരാധങ്ങളും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഞങ്ങൾ ചെയ്ത പാപം പുറത്തു തരണേ അല്ലാ. ഞങ്ങളെ തൗബ ചെയ്യാൻ പോകുകയാണ് പടച്ചവര്. ഈ നീട്ടുന്ന കൈ നീ തട്ടിക്കളയല്ലേ അല്ലാ. എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ വന്നത് മുഴുവനും ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ വെച്ച് റബ്ബിന്റെ മുമ്പിൽ പറഞ്ഞ് 3 സ്വലാത്ത് പറഞ്ഞ് ദുആ ചെയ്തു പിരിയാം. അള്ളാഹു നമ്മുടെ മജ്ലിസ് പരിപൂർണമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒന്ന് ദുആ ചെയ്തൂടെ? ദുആ ചെയ്തൂടെ? ചെയ്തു പോയതൊക്കെ അള്ളാന്റെ അടുത്തൊന്ന് പറഞ്ഞൂടെ? വേണോ വേണ്ടേ? റബ്ബിന്റെ മുമ്പിൽ പറഞ്ഞൂടെ? ഇന്ന് ദുആ ചെയ്ത റബ്ബ് സ്വീകരിക്കൂലേ? അതുകൊണ്ട് അള്ളാഹുടെ മുമ്പിൽ പറയാനുള്ളതൊക്കെ പറഞ്ഞ് 3 സ്വലാത്തും പറഞ്ഞു പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ആണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ്, ആണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റിട്ട് ഇങ്ങോട്ട് അടുത്തോട്ട് വന്നിരുന്ന് ഇങ്ങോട്ട് കയറിയിരിക്കും. ഇൻഷാ അല്ലാഹ് വാ, കസേര എടുത്തോണ്ട് പാടോ, കസേര എടുത്തോട്ട് കയറിക്കോ. ഇൻഷാ അല്ലാഹ് പുറത്തേക്കണ ചങ്ങാതി. ഇത്രയും നേരം സിറാജ് കയറാൻ പറഞ്ഞില്ല, ഇത്രയും നേരം നിങ്ങൾ ആരോടും ഞാൻ പറഞ്ഞില്ല കയറി വരാൻ. ഇപ്പൊ ദുആ ചെയ്യാൻ പോവാ, ഇപ്പൊ ദുആ ചെയ്യാൻ പോവാ. ഈ ഗ്രൗണ്ടും ഈ റോഡും ഈ പാലവും നാളെയും അവിടെ കാണും. പക്ഷേ ഇന്നത്തെ ഈ രാത്രി ഇവിടെ ഇരിക്കുന്ന പ്രതിഫലം നിനക്ക് കിട്ടൂല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കേറിക്കേ. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് കേറിക്കോ. അൽഹംദുലില്ലാഹ്. എന്താണ് സൗണ്ട് കേൾക്കണേ? സക്കറാത്തിന്റെ വലിയാണോ?
ഓഫായിക്കോ, അതിന്റെ വരി കേട്ടിട്ട് എനിക്ക് തന്നെ പേടി തോന്നുന്നു. ബാബാ അൽഹംദുലില്ലാ, കേറിക്കോ, കഴിഞ്ഞു. പുറത്തേക്കണ ചങ്ങാതി, ഒന്നീ സ്വർഗത്തിൽ കയറ് കാക്ക, അല്ലെങ്കിൽ നീ വീട്ടിൽ പോയി കിടന്നുറങ്ങ്. വെറുതെ അവിടെ നിന്നിട്ട് അള്ളാഹുവിന്റെ ശിക്ഷ വാങ്ങണ്ട. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കണ്ണിന്റെ മുമ്പിൽ സ്വർഗം കണ്ടിട്ടാ നീ കയറി നിൽക്കാതെ പുറത്തേക്കണേ. എനിക്ക് പുറത്ത് നിൽക്കണ ചങ്ങായിമാരെ കാണുമ്പോൾ സങ്കടം. ആ ചങ്ങാതിയുടെ ഏറ്റവും വലിയ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്ന. അള്ളാഹു മന്ദിരമാറാകട്ടെ. എങ്ങോട്ട് പോകണമെന്നാ പറ കാക്കന്മാരെ, എങ്ങോട്ട് പോകണമെന്നാ? കണ്ണിന്റെ മുമ്പിൽ സ്വർഗം കണ്ടിട്ട് കയറുന്നില്ല, പിന്നെ ഇപ്പൊ സ്വർഗത്തിൽ പോവാ. ആ പുറത്തേക്കണ ചങ്ങാതി വയത് കേൾക്കാൻ വന്നില്ലെങ്കിൽ അല്ല നിന്നെ നരകത്തിലൊന്നും ഇടൂല. പക്ഷെ ഈ സദസ്സ് കണ്ടിട്ട് നീ കേറാതെ പുറത്തു നിന്ന റബ്ബിന്റെ മുമ്പിൽ നീ കണക്ക് പറയേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ എന്താ ഇപ്പൊ അവിടെ നിക്കണേ? വാടാ മക്കളെ, നിങ്ങൾ ഇങ്ങോട്ട് കയറടോ. ആ നിക്കണ ചങ്ങായിമാരാട് ആ ബാക്കിലൊക്കെ എന്താ ലേലോ എല്ലാം ഞാൻ കൊണ്ട് പോക്കോളാം ഇൻഷാ അല്ലാഹ്. ബാ അവിടെ അതുകൊണ്ട് ആ പുറത്തേക്കണ ചങ്ങായിമാരൊക്കെ ഒന്ന് അകത്തോട്ട് കയറിക്കേ. അവിടെയൊക്കെ നിൽക്കണല്ലോ. വയത് വെച്ചിട്ട് നിങ്ങൾ പോണില്ലേ കാക്കാമാരെ സ്വർഗത്തിൽ? വയത് വെച്ചിട്ട് സംഘാടകര് പോലും സ്വർഗത്തിൽ പോണില്ലെങ്കിൽ പിന്നെ എങ്ങനെ അപ്പൊ ബാക്കിയുള്ളവര്? എല്ലാരും കയറി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് അള്ളാഹുവിന്റെ ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ തൗബ ചെയ്യാം. അള്ളാഹു നമ്മുടെ പാവം മുഴുവനും പുറത്തിരുമാറാകട്ടെ. തൗബ ചെയ്തൂടെ? തൗബ ചെയ്തൂടെ? ഈ തൗബ എന്ന് പറഞ്ഞ എന്താപ്പാ? ഈ തൗബ എന്ന് പറഞ്ഞ എന്താ? 27-ാം രാവിന്റെ അന്ന് കുളിച്ചൊരുങ്ങിയിട്ട് ഒരുത്തം പോകുന്നുണ്ട്. എവിടെ പോവാടാ? അത് തൗബയ്ക്ക് പോവാടാ അല്ലേ? 27-ാം രാവിന്റെ അന്ന് കുളിച്ചൊരുങ്ങിയിട്ട് പോവാ തൗബ ചെയ്യാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൗബ എന്ന് പറഞ്ഞാൽ എന്താ? ദുആ ചെയ്യേണ്ട, തൗബ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയോ? തൗബ എന്ന് പറഞ്ഞാൽ എന്താന്ന് തന്നെ നമുക്കറിയില്ല. നമ്മുടെ കരച്ചിലും വിളിച്ചലും ഷോയും മാത്രമല്ലേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും ഇല്ലല്ലോ. ഇവിടെ വെറുതെ ഒന്നും അള്ളഹാനോട് ദുആ ചെയ്ത് അല്ല പാപം പൊറുക്കൂല്ലാട്ടാ. അതിനെന്തറിയോ? ഒരാളുടെ കഥ പറയാം. ഒരു രാത്രി ഉമർ തങ്ങൾ ഇങ്ങനെ നടന്നു വരുമ്പോ ഓപ്പോസിറ്റ് ഒരു മനുഷ്യൻ നടന്നു വരുന്നുണ്ട്. ഉമർ തങ്ങൾ ഇങ്ങനെ വരുന്നു, ഇവിടുന്ന് നേരെ ഓപ്പോസിറ്റ് ഒരാള് വരുന്നു. അപ്പൊ ആ മനുഷ്യന്റെ കയ്യും കാലും വിറയ്ക്കാൻ തുടങ്ങി. കാരണം അയാളുടെ കയ്യിൽ 2 കുപ്പി കള്ളിരിക്കുന്നുണ്ട്. അപ്പുറത്ത് വരുന്ന ചങ്ങാതി ആരാ? ഉമർ. വെറുതെ വിടൂല. ഇയാളുടെ കയ്യും കാലും വിറയ്ക്കുന്നുണ്ട്, ഓടാനൊന്നും പറ്റൂല. കണ്ടു കഴിഞ്ഞ് രണ്ടുപേരും. പക്ഷെ ഈ മനുഷ്യൻ നല്ലവനാണെന്ന ഉമർ തങ്ങൾ കരുതിയിരുന്നേ. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? ആകെ വിഷമമായി. മനസ്സിൽ അള്ളഹാനോട് പറഞ്ഞു, കണ്ണങ്ങട്ട് അടച്ചു പിടിച്ചു. എന്നിട്ട് അള്ളഹാനോട് പറഞ്ഞു, പടച്ചോനെ, ഞാൻ ചെയ്യുന്നത് പാപമാണെന്ന് എനിക്കറിയാം. ഞാൻ ചെയ്യുന്നത് പാപമാണെന്ന് എനിക്കറിയാം. അല്ലാ, ഇന്ന് ഉമറിന്റെ മുമ്പിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയ മരിക്കുന്ന കാലം വരെ ഞാൻ കൈകൊണ്ടുപോലും ഇനി തൊടൂല. ഇത്രയും പറഞ്ഞു തീരുന്നതും ഉമർ തങ്ങൾ ചോദിച്ചു, അസ്സലാമു അലൈക്കും, എവിടെ പോയതാ? ഇയാളെന്താ പറഞ്ഞേ? ഈ കള്ള് കൈ വെച്ചിട്ട് അള്ളഹാനോട് കണ്ണടച്ചിട്ട് പറഞ്ഞു, ഞാൻ ചെയ്തത് തെറ്റാണ്. ഇന്ന് ഉമറിന്റെ മുമ്പിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയ മരിക്കുന്ന കാലം വരെ ഞാനിത് തൊടുക പോലും ഇല്ല. ഉമർ തങ്ങൾ സലാം പറഞ്ഞിട്ട് ചോദിച്ചു, എവിടെ പോയതാ? എന്താ കയ്യിലിരിക്കണേന്ന് വെച്ചു. കള്ളുപ്പി കണ്ടിട്ട് വെച്ചാൽ എന്താന്ന്? ഇയാള് പറഞ്ഞു, അത് സുറുക്കയാണെന്ന്. എന്നാ ഇങ്ങോട്ടതാ നോക്കട്ടെ എന്ന് പറഞ്ഞു ഉമർ തങ്ങൾ തുറന്നു. ആ കള്ള് സുറുക്കയായി മാറി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എങ്ങനെ മാറിയടോ? എങ്ങനെ മാറി? അതാണ് തൗബ. ആ മനുഷ്യൻ പറഞ്ഞ ഒരു വാക്ക്, അല്ലാ ഇനി ഒരിക്കലും ചെയ്യില്ല, എന്നെ രക്ഷപ്പെടുത്തു. ഒറ്റ നിമിഷം കൊണ്ട് കള്ള് സുറുക്കയായി മാറി. ഇതിനാണ് തൗബ എന്ന് പറയുന്നത്. ഇഖ്ലാസ് വേണം. നമ്മളാണെങ്കിൽ നമ്മുടെ ദുആയും നമ്മുടെ തൗബ എങ്ങനെ തൗബ ചെയ്യേണ്ടതെന്നറിയോ? ഞാൻ പറഞ്ഞു തരാം തൗബ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന്. ഒരു ചെറുപ്പക്കാരന്റെ തൗബ ഞാൻ പറഞ്ഞു തരാം. അത് കേട്ടിട്ട് അതുപോലെ തൗബ ചെയ്യാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. നബി തങ്ങളുടെ ഖാദിമ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനിനെ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടു, ഒരു ആവശ്യത്തിന് വേണ്ടി. ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു വീടിന്റെ പരിസരത്തുകൂടെ നടന്നു പോകുന്നേ. ഒരു വീടിന്റെ പരിസരത്തുകൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു പെണ്ണിങ്ങനെ കുളിച്ചോണ്ട് നിൽക്കുന്നു. ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ്, ഒരു സുന്ദരിയായ പെണ്ണ് കുളിക്കുകയാ. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ പെണ്ണിന്റെ കുളി കണ്ടിട്ട് ഇങ്ങനെ നോക്കിയിട്ട് നിന്നു. സാധാരണ നടന്നു പോകുമ്പോൾ ഉള്ളൊരു നോട്ടമല്ല. ഈ ചങ്ങാതി അങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. ആ സുന്ദരിയായ പെണ്ണിങ്ങനെ കുളിക്കുന്നത് കണ്ടിങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നിന്നു.
കുറേ നേരം കഴിഞ്ഞപ്പോഴാ ബോധം വരണേ, അല്ലാഹുവേ ഞാൻ ചെയ്തത് തെറ്റായി പോയല്ലോ അല്ലാ, ഞാൻ ചെയ്തത് തെറ്റായി പോയല്ലോ, ഞാൻ വ്യഭിചരിച്ചല്ലോ അല്ലാ, എന്റെ കണ്ണുകൊണ്ട് ഞാൻ വ്യഭിചാരം കണ്ടല്ലോ, ഒരു പെണ്ണിന്റെ ശരീരം ഞാൻ കണ്ടല്ലോ. ഈ ചങ്ങാതി അങ്ങോട്ട് കരയാൻ തുടങ്ങി. ആ ചെറുപ്പക്കാരൻ ചിന്തിക്കുകയാണ്, റബ്ബേ ഇനി എങ്ങനെ ഞാൻ മുത്തുനബിയുടെ മുമ്പിൽ പോകും? ഒരു പെണ്ണിന്റെ ഔറത്ത് കണ്ട ഞാൻ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഞാൻ എങ്ങനെ പോകും? ഈ കണ്ണുകൊണ്ട് ഞാൻ എങ്ങനെ നബി തങ്ങളുടെ മുഖത്ത് നോക്കും? ഈ ചെറുപ്പക്കാരൻ കരയാൻ തുടങ്ങി, ഓടി നിലവിളിച്ചുകൊണ്ട്. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ അവിടെ നിന്ന് നിലവിളിച്ചുകൊണ്ട് ഓടി. എങ്ങോട്ടാണ് പോയതെന്ന് ആർക്കും അറിയില്ല, ഒരാളും അറിഞ്ഞിട്ടില്ല. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ അവിടെ നിന്ന് നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. പടച്ചവനെ, പടുത്തു കിടക്കുന്ന മണ്ണിലേക്ക്, മരുഭൂമിയിലേക്ക് കടന്നു ചെന്നിട്ട് കരയുകയാണ്, അല്ലാഹുവേ ഞാൻ നരകത്തിലാണല്ലോ അല്ലാ, വ്യഭിചാരിയായല്ലോ അല്ലാ, ഞാൻ നരകത്തിന്റെ വിറക് കൊള്ളിയാണല്ലോ അല്ലാ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഞാൻ വ്യഭിചാരിയെ പോലെ വരണമല്ലോ അല്ലാ. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ കരയുകയാ. പടുത്തു കിടക്കുന്ന മണ്ണ് വാരികെട്ട് ശരീരത്തിലിടുകയാണ്. മോനെ, ആഴ്ചകൾ കഴിഞ്ഞു, ഒരു ദിവസമല്ല, ഒരാഴ്ചയല്ല. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനിനെ ഒരാളും കണ്ടിട്ടില്ല. മരുഭൂമിയുടെ മലഞ്ചെരുവിലൂടെ നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ആഴ്ചകൾ കഴിഞ്ഞു, 40 ദിവസം കഴിഞ്ഞപ്പോ മുഖറബുൽ അംലാഖു മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, അങ്ങയുടെ സമുദായത്തിൽപ്പെട്ട സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് നരകത്തെ ഭയന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുകയാണ് നബിയേ. അവന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചെന്ന് പറഞ്ഞു കൊടുക്കണേ നബിയേ. അല്ലാഹു പറയണമെങ്കിൽ, എന്റെ പെങ്ങള് ജിബ്രീൽ വന്നിട്ട് പറയണമെങ്കിൽ ആ ചെറുപ്പക്കാരൻ എത്രത്തോളം കരഞ്ഞിട്ടുണ്ടാകും മോനെ, എത്രത്തോളം തൗബ ചെയ്തിട്ടുണ്ടാകും ബാപ്പാ. പെങ്ങള് 40 ദിവസം നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അവസാനം അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിൽ വന്നു. സുബഹി നമസ്കാരം കഴിഞ്ഞു. അവിടെന്ന് ചോദിച്ചു, സഹാബാ, സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എവിടെ സഹാബാ? യാ റസൂലല്ലാഹ്, കാണുന്നില്ല നബിയേ, ഞങ്ങൾ കണ്ടിട്ട് കുറെ നാളായി നബിയേ. നബി തങ്ങൾ 2 സ്വഹാബികളെ വിളിക്കുകയാണ്. ഉമർ തങ്ങളെ വിളിച്ചു, സൽമാൻ തങ്ങളെ വിളിച്ചു. എവിടെയാണെങ്കിലും കൊണ്ടുവരാറ് ഉമറെ, എവിടെയാണെങ്കിലും വിളിച്ചു കൊണ്ടുവരാറ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ തിരഞ്ഞുകൊണ്ട് 2 സ്വഹാബികൾ സുബഹി നമസ്കാരം കഴിഞ്ഞു പോയതാണ്. പടച്ചവനെ, വൈകുന്നേര സമയമായി. അവരെ തിരഞ്ഞു നടക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും തിരഞ്ഞു നടന്നു. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനിനെ കാണാനില്ല. ഉച്ച കഴിഞ്ഞ് സൂര്യന്റെ ഉച്ച കഴിഞ്ഞ സമയമെത്തിയപ്പോ വൈകുന്നേര സമയത്തോടടുക്കുകയാണ്. അവര് മരുഭൂമിയുടെ ഒരു ഭാഗത്തിങ്ങനെ നിൽക്കുമ്പോ ഒരു ആട്ടിടയനായ മനുഷ്യൻ വരികയാണ്. ആട്ടിടയനായ ഒരു മനുഷ്യനെ കണ്ടപ്പോ ഉമർ തങ്ങൾ ചോദിച്ചു, മനുഷ്യ, നരകത്തെ ഭയന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്ന സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് ഈ മലഞ്ചെരിവിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആടുമായി പോകുന്ന മനുഷ്യനാണല്ലോ. അല്ലാഹുവേ, ഉമർ തങ്ങൾ അവിടെ നിന്ന് ചോദിച്ചപ്പോ ആ ആട്ടിടയനായ മനുഷ്യൻ പറഞ്ഞു, എനിക്കറിയില്ല, പക്ഷേ ഒരു ചെറുപ്പക്കാരന് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ ഇന്ന സ്ഥലത്ത് ആടുമായി വെള്ളം കുടിപ്പിക്കാൻ പോയപ്പോ ഒരു ചെറുപ്പക്കാരൻ നിലവിളിച്ചുകൊണ്ട് ഇറങ്ങി വരികയാണ്. മലയുടെ മുകളിൽ നിന്ന് നിലവിളിച്ചുകൊണ്ട് ഇറങ്ങി വന്ന് ശരീരത്തും മണ്ണുവാരിയിട്ടിട്ട് കരയുന്ന
ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ തിരയുന്നത് അവനായിരിക്കാം, നിങ്ങൾ തിരയുന്ന സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ ചെറുപ്പക്കാരനായിരിക്കാം. പറഞ്ഞ അടയാളം വെച്ച് ഉമർ തങ്ങൾ കടന്നു ചെല്ലുകയാണ്. ഉമർ തങ്ങളും സൽമാൻ തങ്ങളും ചെല്ലുമ്പോ അതാ മലയുടെ മുകളിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഇറങ്ങി വരികയാ. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാർ മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. മുടിയൊക്കെ ജട പിടിച്ചു, വസ്ത്രമെല്ലാം കീറിപ്പറിഞ്ഞ് എല്ലും തോലുമായി ഒരു ഭ്രാന്തനെ പോലെ ഇറങ്ങി വന്നിട്ട് പഴുത്ത് കിടക്കുന്ന മണ്ണിൽ കടന്ന് ഉരുളുകയാണ്. അല്ലാഹുവേ, വ്യഭിചരിച്ചു റബ്ബേ, വ്യഭിചാരിയായി പോയി റബ്ബേ, നരകം എനിക്കും പേടിയാ അല്ലാ, മരിച്ചാ മതിയായിരുന്നു തമ്പുരാന് എന്ന് പറഞ്ഞുകൊണ്ട് പഴുത്ത് കിടക്കുന്ന മണ്ണിൽ കടന്ന് നിലവിളിക്കുമ്പോ ഉമർ തങ്ങളെ വിളിക്കുന്നു സഅലബാ. അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു സഅലബാ. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ പറയുകയാണ്, ഒരിക്കലും നബി തങ്ങളുടെ മുമ്പിൽ ഞാൻ വരൂല, ഞാൻ പാപിയാ, ഞാൻ പാപിയാ, ഞാൻ ചെയ്ത പാപം നിങ്ങൾ അറിഞ്ഞോ? ഏ സഅലബാ, മുത്തുനബി നിന്നെ വിളിക്കുന്നു സഅലബാ, ഞാൻ വരൂല. ഉമർ തങ്ങൾ പറഞ്ഞു, നിന്നെ ഞങ്ങൾ കൊണ്ടുപോകും. ഉമറേ, കാലിൽ കയറ് കെട്ടിയിട്ട് ഈ പഴുത്ത് കിടക്കുന്ന മണ്ണിലൂടെ എന്നെ വലിച്ചു കൊണ്ടുപോകും ഉമറേ, അല്ലാതെ ഞാൻ വരില്ല ഉമറേ. ഉമർ തങ്ങൾ പറഞ്ഞു, സഅലബാ, നിന്നെ ഞങ്ങൾ കൊണ്ടുപോകും സഅലബാ, മുത്തുനബിയാണ് നിന്നെ വിളിക്കുന്നത്. അവസാന സഅലബ പറഞ്ഞു, എങ്കിൽ ഞാനൊരു കണ്ടീഷൻ പറയാ, നിസ്കാരം നടക്കുമ്പോ വേണം എന്നെ കൊണ്ടുപോകാൻ, അല്ലാഹുവിന്റെ റസൂല് നിസ്കരിക്കുന്ന സമയത്ത് വേണം എന്നെ കൊണ്ടുപോകാ. അങ്ങനെ സമ്മതിച്ചടോ. പടച്ചവനെ, നിസ്കാരം നടക്കുമ്പോഴാണ് സഅലബയെ കൊണ്ടുവരുന്നത്. അല്ലാഹുവേ, മസ്ജിദുൻ നബവിക്കകത്ത് നബി തങ്ങൾ ഇമാമത്ത് നിൽക്കുകയാണ്. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ പള്ളിയിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂൽ ഓതുന്ന സൂറത്ത് ഏതെന്നറിയുമോ? അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഈ ആയത്തങ്ങ് കേട്ടപ്പോ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഈ ആയത്തങ്ങ് കേൾക്കുമ്പോ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ പിടഞ്ഞ് താഴെ വീഴുകയാ, നിലവിളിച്ചുകൊണ്ട് താഴെ വീഴുകയാണ്. പടച്ചവനെ, നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകന് സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനിന്റെ അടുക്കൽ വന്നു, കുടിക്കാ വെള്ളം കൊടുത്തു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, സഅലബാ, എന്തു കോലമാ സഅലബാ, എന്തൊരു രൂപമാണ് സഅലബാ, അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു സഅലബാ, വീട്ടിലേക്ക് പോ സഅലബാ, 40 ദിവസമായി നിന്റെ വീട്ടുകാരെ കണ്ടിട്ട്. അവസാനം ഉമർ തങ്ങളോട് പറഞ്ഞു കൊണ്ടുവിടാൻ. സൽമാൻ തങ്ങളും സ്വഹാബത്തും കൊണ്ടുവിടുകയാണ്. 8 ദിവസം കഴിഞ്ഞു. 8 ദിവസം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു അവിടെ ഓടി വരുന്നു. നബിയേ, യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞു വിട്ടതിന് ശേഷം ഉറങ്ങിയിട്ടില്ല നബിയേ, അങ്ങ് പറഞ്ഞു വിട്ടതിന് ശേഷം ഭക്ഷണം കഴിച്ചിട്ടില്ല നബിയേ, അങ്ങ് പറഞ്ഞു വിട്ടതിന് ശേഷം കരച്ചലാ നബിയേ. 7 ദിവസം 8 ദിവസം കരഞ്ഞ് 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 പട്ടിണി കിടന്നിട്ട് അവസാനം സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ് നബിയേ. മരിക്കാൻ കിടക്കുന്നു നബിയേ, ഒന്ന് വാ നബിയേ,
കൊന്നുവാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ പടച്ചവനെ കരഞ്ഞു കരഞ്ഞു പട്ടിണി കിടന്ന് അതാ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. നബി തങ്ങൾക്ക് മനസ്സിലായി മരണമെടുത്തെന്ന്. അല്ലാഹുവിന്റെ റസൂൽ അടുത്തു പോയിരുന്നു, നബി തങ്ങൾ അടുത്തു പോയിരുന്നു. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ തലയെടുത്തിട്ട് നബി തങ്ങളുടെ മടിയിൽ വെച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ മടിയിലേക്ക് തല വെച്ചപ്പോ സഅലബ തലവലിച്ച് താഴെയിടുകയാ. സഅലബ തലവടിച്ച് താഴെയിടുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സഅലബ ഇഷ്ടമായില്ലേ സഅലബ? എന്തിനാ നീ തലവലിക്കുന്നത്? ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുമല്ലോ എന്റെ മടിയിലെ തലവക്കാർ, എന്റെ മടിയിൽ കിടന്നു മരിക്കാർ, എന്റെ മടിയിൽ കിടന്നു മരിക്കാർ ഏതൊരു മനുഷ്യനും കൊതിക്കുമല്ലോ സഅലബ. എന്തേ നീ തലവലിക്കുന്നത്? ഇഷ്ടമായില്ലേ സഅലബ? ഇഷ്ടമായില്ലേ സഅലബ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് ചോദിക്കുമ്പോ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ അവിടെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, വെറുപ്പുണ്ടായിട്ടല്ല നബിയേ, ഇഷ്ടമില്ലാതിട്ടല്ല നബിയേ, ആഗ്രഹമില്ലാതിട്ടല്ല നബിയേ, അങ്ങയുടെ മടിയിൽ കിടന്നു മരിക്കാൻ ഇഷ്ടമില്ലാതിട്ടല്ല. പിന്നെ എന്തിനാണ് ഞാൻ എന്റെ തല വലിച്ചതെന്നറിയോ? എനിക്കതിനുള്ള അർഹതയില്ല നബിയേ, ഞാൻ പാപിയാ നബിയേ, ഞാൻ പാപിയാ നബിയേ. എനിക്ക് അങ്ങയുടെ മടിയിൽ കിടന്നു മരിക്കാൻ എനിക്ക് അർഹതയില്ല നബിയേ. എന്റെ തല മണ്ണിൽ കിടക്കുമ്പോ റബ്ബെങ്ങാനും എന്നോട് കരുണ കാണിച്ചാലോ? നബി തങ്ങളോട് പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്ന ചെറുപ്പക്കാരാ, സഅലബത്ത് ബിൻ അബ്ദുറഹ്മാന് കഞ്ചാവടിച്ചില്ലടാ, കള്ളു കുടിച്ചില്ലടാ, വ്യഭിചരിച്ചില്ലടാ മോരേ. ഒരു വീടിന്റെ പരിസരത്തുകൂടെ നടന്നു പോയപ്പോ കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിന്റെ ശരീരമൊന്ന് കണ്ടുപോയതിന്റെ പേരിലാണ് ഇതുപോലെ കരഞ്ഞു വിളിച്ച് തൗബ ചെയ്തതെന്ന് ചരിത്രം പറയുമ്പോ വയലുകൾക്കാപത്തിരിക്കുന്ന ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട മക്കളോട് ചോദിക്കട്ടെ, എടാ നിന്റെ വാപ്പയ്ക്ക് എത്ര വയസ്സായി മോനെ? 55ഉം 60ഉം വയസ്സായ നിന്റെ വാപ്പ വീടി വലിക്കുന്നത് കണ്ടിട്ടുണ്ടോ മോനെ? ഒന്നും മുറുക്കുന്നത് കണ്ടിട്ടുണ്ടോ ചെറുപ്പക്കാരാ? ലഹരിയാണെന്ന് പറഞ്ഞ് നിന്റെ വാപ്പയത് തൊടുക പോലുമില്ല. എന്നാ ആ 55കാരനായ നിന്റെ വാപ്പ വീടി പോലും വലിച്ചിട്ടില്ല, ഒരു മുറുക്കാൻ പോലും മുറുക്കിയിട്ടില്ല. നീ കഞ്ചാവ് വലിച്ചില്ലേടാ, കള്ളു കുടിച്ചില്ലേ ചെറുപ്പക്കാരാ? നീ എന്തെല്ലാം ഉപയോഗിച്ചു പൊന്നുമോനെ? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, കഞ്ചാവ് വലിച്ചിട്ട് വീടിന്റെ അകത്ത് പോയിട്ടൊരു പേടിയുമില്ലാതെ കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാരാ, എന്റെ സഹോദരിമാരെ, എന്റെ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളോട് ചോദിക്കട്ടെ, 50ഉം 60ഉം വയസ്സുള്ള നിന്റെ ഉമ്മാന്റെ ശരീരത്ത് നിന്റെ വാപ്പയല്ലാതെ ഒരു മനുഷ്യനും ഇന്ന് വരെ തൊട്ടിട്ടില്ല മോളെ. നിന്റെ ഉമ്മ അറിഞ്ഞുകൊണ്ട് ഇന്ന് വരെ ഒരാളും നിന്റെ ഉമ്മാനെ തൊട്ടിട്ടില്ല. എന്നാ 18 വയസ്സുള്ള 20 വയസ്സുള്ള എന്റെ പൊന്നുമോളെ, സ്കൂളിൽ പോകുന്ന കോളേജിൽ പോകുന്ന പേര് പറഞ്ഞിട്ട് കാമുകന്റെ കൂടെ പോയി റൂം എടുത്തിട്ട് വ്യഭിചരിച്ചിട്ട് ഫർദയും ധരിച്ച് വീട്ടിലേക്ക് കയറി വന്ന് ഉമ്മാനെ കെട്ടിപ്പിടിച്ചു സോപ്പിട്ടിട്ട് റൂമിന്റെ അകത്ത് കയറിയിട്ട് മൊബൈൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ചെയ്തതെല്ലാം ഇഷ്ടപ്പെട്ടടാ എന്ന് കാമുകനും മെസ്സേജ് എഴുതി കൊടുക്കുമ്പോ പൊന്നുമോളെ, നിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു പേടിയില്ലാതെ പോയല്ലോ, ഭയമില്ലാതെ പോയല്ലോ, ചെയ്ത പാപത്തെ കുറിച്ച് ചിന്തയില്ലാതെ പോയല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മക്കളെ ഒരു ദിവസം വീഴുമടാ. എന്റെ ഉമ്മമാരോട് പറയുന്നു, എന്റെ സഹോദരിമാരോട് പറയുകയാ, പല നാൾ കള്ളി ഒരു നാള് പിടിക്കപ്പെടും, പല നാൾ കള്ളൻ ഒരു നാള് പിടിക്കപ്പെടും. വീഴുമടാ ചെറുപ്പക്കാരാ.
വീഴുമടാ ചെറുപ്പക്കാരാ. ഉമ്മാനെ പറ്റിക്ക, വാപ്പാനെ പറ്റിക്ക, ഭർത്താവിനെ പറ്റിക്ക, ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് പറ്റിക്ക. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അല്ലാഹ് കാണുന്നുണ്ട് മക്കളെ, അല്ലാഹ് കാണുന്നുണ്ട് ചെറുപ്പക്കാരാ. അതുകൊണ്ട് വാഴ കേൾക്കാമെന്നിരിക്കുന്നവരോട് പറയുകയാണ്, റബ്ബ് തരുന്ന അവസരമാണ്. ഇതുപോലെ ഒരു ചാൻസ് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. നന്നാകണമെങ്കിൽ ഇന്ന് നന്നായിക്കോ, തൗബ ചെയ്യണമെങ്കിൽ ഇന്ന് തൗബ ചെയ്തോ. എന്റെ മാതാപിതാക്കളോട് എനിക്ക് തരാനുള്ള ഒരു ഉപദേശം എന്തെന്നറിയുമോ? നിങ്ങളുടെ മക്കൾക്ക് അധികം സ്വാതന്ത്ര്യം കൊടുക്കല്ലേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ അല്ലാ. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, മക്കളെയൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിൽ കണ്ടവർക്ക് കയറി നിരങ്ങാനുള്ള അവസരം നിങ്ങൾ കൊടുക്കരുത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഉപ്പമാരോട് എനിക്ക് തരാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ഉപദേശം, നമ്മുടെ മക്കളെ നമ്മൾ സൂക്ഷിക്കുക. സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോൾ എല്ലാവരും മാറും. എൻ്റെ മോളോ അങ്ങനല്ലടോ, എൻ്റെ മോൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, എൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ല. അങ്ങനല്ല. നമ്മുടെ മക്കളെ കുറിച്ച് നമുക്കറിയാഞ്ഞിട്ടാ, നമ്മുടെ മക്കളെ കുറിച്ച് നമുക്കറിയാഞ്ഞിട്ടാ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ഞാനിന്ന് വണ്ടിയിൽ ഇങ്ങനെ വരുമ്പോൾ എൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു. സത്യം പറഞ്ഞാൽ ആ മെസ്സേജ് വായിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി. അതിനോടൊപ്പം എനിക്ക് സങ്കടവും തോന്നി. എൻ്റെ മൊബൈലിൽ ഒരു മെസ്സേജ് വന്നു. സത്യം പറഞ്ഞാൽ അത് നമ്പർ മാറിയിട്ടതാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ഫോണിൽ വന്ന ആ ഒരു മെസ്സേജ് ഒരു പെൺകുട്ടി എഴുതിയ മെസ്സേജാ, പക്ഷെ നമ്പർ മാറി വന്ന ഒരു മെസ്സേജാ. അത് വായിച്ചപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എനിക്കിവിടെ വെച്ച് പറയാൻ പറ്റണില്ല. ഒരു പെണ്ണ് തൻ്റെ കാമുകൻ എഴുതി കൊടുത്ത ഒരു മെസ്സേജാ. ഏതോ ഒരു പെണ്ണ് വീട്ടിൽ ഫോൺ പിടിച്ചപ്പോൾ ആരാന്നറിയില്ല, ആ ഫോൺ മെസ്സേജ് എഴുതിയിട്ട് നമ്പർ ഇങ്ങനെ അടിച്ചപ്പോൾ തെറ്റിപ്പോയതാണെന്ന് എനിക്ക് മനസ്സിലായി. ആ കുട്ടി പറയുന്നുണ്ട്, ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പ്രഗ്നന്റാ, എൻ്റെ കയ്യും കാലും വിറയ്ക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്പിൽ വന്ന മെസ്സേജിനകത്ത് പറയുന്നത് ഇതാണ്. ഇന്നത്തെ മക്കളുടെ അവസ്ഥ ചിന്തിച്ചു നോക്കടോ. അതൊക്കെ നിസ്സാരമായി പോയി. പണ്ടൊക്കെ പ്രസവം എന്നൊക്കെ പറയുമ്പോൾ വലിയ പാവം, വലിയ പേടിയൊക്കെ, അതൊക്കെ ഇന്ന് കൊച്ചുമക്കളൊക്കെ ചെയ്യുന്നു. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മൾ സൂക്ഷിക്കണം. ഇന്ന് തൊടുന്നതും പിടിക്കുന്നതൊന്നും പെണ്ണുകുട്ടികൾ പാവമായിട്ട് കാണുന്നില്ല. മക്കളെ, അല്ലാഹു അലം, അല്ലാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മോളെ, നിന്റെ ശരീരത്ത് തൊടുന്നവനുമായിട്ടുള്ള ബന്ധം നീ അവിടെ അവസാനിപ്പിക്കണം. അവൻ നല്ലവനല്ലടി. എൻ്റെ പെങ്ങളോട് ഞാൻ പറയാ, ഏതെങ്കിലും ഒരു പയ്യൻ നിന്റെ ശരീരത്ത് തൊട്ടാൽ അല്ലാഹ് അവൻ നല്ലവനല്ല. എടാ ചെറുപ്പക്കാരാ, കൂടെ നടക്കാനും ചിരിക്കാനും കളിക്കാനും 100 പേരെ കിട്ടും. പക്ഷെ കൂടെ കിടക്കുന്നവള് നല്ലവളല്ലെങ്കിൽ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ലടാ. എടാ, ഒരു നല്ല പെണ്ണ് ഒരിക്കലും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എത്ര അടുപ്പമാണെങ്കിലും നിന്റെ ശരീരത്ത് തൊടത്തില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. തൊട്ടാ എന്ത് ചെയ്തേക്കണം? വിട്ടേക്കണം. ഞാൻ എൻ്റെ മക്കൾക്ക് തരുന്ന ഏറ്റവും വലിയ ഉപദേശം, ഒരാണോ ഒരു പെണ്ണോ നമ്മുടെ ശരീരത്തിൽ ഹറാമായ സമയത്ത് തൊട്ടാൽ അറിഞ്ഞുകൊണ്ട് തൊടുകയും എത്ര ഫ്രണ്ട്സ് ആയാലും തൊട്ട് കഴിഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണം, പിന്നെ അവനെ ജീവിതത്തിൽ കൂട്ടരുത്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഞാൻ തെളിവ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നല്ലവരല്ല. ആയിഷ ബീവിയുടെ ചരിത്രം ഞാൻ പറഞ്ഞില്ലേ? ആയിഷ ബീവിയെ വ്യഭിചാര ആരോപണം നടത്തി നബിതങ്ങൾ ആരോടും മിണ്ടാതെ വീടിൻ്റെ അകത്ത് കയറിയിരിക്കുക. ഉമർ തങ്ങൾ നബിതങ്ങളെ കാണാൻ വന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല നബിതങ്ങളെ കാണാൻ വന്നു. ഞാൻ അനുവാദം കൊടുത്തു. ഉമർ തങ്ങൾ നബിതങ്ങളെ അടുത്ത് പോയി, എന്താ നബിയെ ഇത്? ആരോടും മിണ്ടുന്നില്ലല്ലോ, എന്താ ഇത്ര സങ്കടം? എന്താ നബി ഇത്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നബി എന്തിനെങ്ങനെ വിഷമിക്കണേ? അപ്പൊ അള്ളാന്റെ റസൂല് ചോദിച്ചു, ഉമറെ, നീ വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ ആയിഷ വ്യഭിചരിച്ചു എന്ന് എല്ലാവരും പറയണേ, നീ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ മരിക്കുന്ന കാലം വരെ വിശ്വസിക്കില്ല നബിയെ. ഉമറെ, തെളിവ് മൊത്തം എതിരല്ലേ? തെളിവ് മുഴുവനും ആയിഷയ്ക്കെതിരല്ലേ? ഇനി എന്ത് തെളിവ് വന്നാലും ഞാൻ വിശ്വസിക്കില്ലേ. എന്താന്ന് ചോദിച്ചു. മൃതങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ആയിഷാനെ കല്യാണം കഴിക്കാൻ പറഞ്ഞത് ആരാ നബിയെ? അല്ലാഹ്. അല്ലാഹ്. നിങ്ങൾക്കറിയോ? വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷ വസാഅ സബീല. അല്ലാഹ് പറയാ, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കുന്ന കാര്യം പോലും ചെയ്യരുത്, അത് വളരെ വൃത്തികെട്ട ഒരു കാര്യമാണ്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞെന്തെന്നറിയോ?
വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷ വസാഅ സബീല. ഖുർആൻ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാന്റെ ഖുർആനാ പറഞ്ഞത് വസാഅ സബീല. എൻ്റെ അർത്ഥം എന്താ? അതിനർത്ഥം എന്താ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ചെയ്യുന്നത് ക്വാളിറ്റി ഇല്ലാത്തവരാ. പച്ച മലയാളം ഞാൻ പറയണില്ല. അള്ളാന്റെ ഖുർആൻ പറയുന്നു, ഈ വ്യഭിചരിക്കുന്നത്, ഈ വ്യഭിചാരമെന്ന് പറയുന്ന കാര്യം ചെയ്യുന്നത്, ആ ചെയ്യുന്നവർക്ക് ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞ, ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറയാൻ പാടില്ലാത്ത വാക്കായതുകൊണ്ട് ഞാൻ പറയണില്ല. അള്ളാന്റെ ഖുർആൻ ഉമർ തങ്ങൾ ചോദിക്കുന്നു, ആയിഷ ബീവിയെ കല്യാണം കഴിക്കാൻ പറഞ്ഞതാരാ? അല്ലാ. ഒരു ക്വാളിറ്റി ഇല്ലാത്ത പെണ്ണിനെ കെട്ടാൻ അല്ല പറയൂ നബിയെ? ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ അല്ല പറയോ? ഇല്ല. അപ്പൊ ആയിഷ തെറ്റ് ചെയ്തിട്ടില്ല നബിയെ. ഇവർ പറയുന്നത് ചുമ്മാതെയാ. എടാ ചെറുപ്പക്കാരാ, ഒരു പെണ്ണ് നിന്റെ ശരീരത്ത് തൊടുന്നത് കൈയുടെ വ്യഭിചാരം. തൊടാൻ പാടില്ല. നിന്റെ ഉമ്മ പണ്ട് ഫോട്ടോ എടുക്കാൻ വിളിക്കുമ്പോൾ തന്നെ ഓടുവായിരുന്നു അല്ലേ? തൊടുന്നത് കൈയുടെ വ്യഭിചാരം, പിടിക്കുന്നത് കൈയുടെ വ്യഭിചാരം, പറയുന്നത് നാവിന്റെ വ്യഭിചാരം, എല്ലാം വ്യഭിചാരമാണ്. വ്യഭിചാരത്തിന്റെ ഏറ്റവും അവസാനമാണ് ശാരീരികമായി ബന്ധപ്പെടുക എന്ന് പറയുന്നത്. ഒരു നല്ല പെണ്ണ് തൊടൂലടാ. ഒരു നല്ല പയ്യൻ, അള്ളാനെ പേടിച്ച് നടക്കുന്ന ഒരുത്തൻ നിന്റെ ശരീരത്ത് നിക്കാഹ് കഴിക്കാതെ തൊടൂല. അങ്ങനെ തൊടാത്തവനാണെങ്കിൽ ധൈര്യമായിട്ട് നിനക്കവനെ തിരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നമ്മൾ നമ്മുടെ മക്കളെ സൂക്ഷിക്ക്. നമ്മളെ ചെയ്യുന്ന എന്താ? മറ്റുള്ളവന്റെ കണ്ണിൽ കിടക്കുന്ന പൊടി നമ്മൾ നോക്കും. മറ്റുള്ളവന്റെ, അയൽവാസിയുടെ കണ്ണിൽ കിടക്കുന്ന പൊടി നീ നോക്കും. നിന്റെ കണ്ണിനകത്ത് കിടക്കുന്ന തടി നീ കാണൂല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സത്യമല്ലേ? അയൽവാസിയുടെ വീട്ടിൽ നോക്കും, എന്തെങ്കിലും ഉണ്ടോ എന്തോ ഉണ്ടോ. ഒരു പൊടി കണ്ടാ നീ പറയും. എന്നാൽ നിന്റെ വീടിന്റെ അകത്ത് മക്കള് തലയ്ക്കകത്ത് തടിയും ചുമന്നുകൊണ്ട് കിടക്കാം, നീ കാണത്തില്ലല്ലോ. ആദ്യം നമുക്ക് സ്വന്തം നന്നാകാം, പിന്നെ മറ്റുള്ളവരെ നന്നാക്കാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു പറഞ്ഞതും കേട്ടതും ഒക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അള്ളാഹ് ഒരുപാട് കാര്യം പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സമയം നമുക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് അടുത്ത കൊല്ലം ഒരു വയതിന് വിളിച്ചാൽ ഇതിൻ്റെ ബാക്കി പറയാം. അള്ളാഹു ആയുസ്സും ആരോഗ്യവും ഭാഗ്യവും തരുമാറാകട്ടെ. എനിക്ക് വയത് പറയാനൊന്നും അറിയില്ല. ഒരുപാട് ഉസ്താദന്മാരുണ്ട്. നിങ്ങളിൽ അധികം പേരും എന്നെക്കാളും പ്രായമുള്ളവരാ. ഇതൊന്നും എഴുതി വെച്ചിട്ട് പറയുന്നതല്ലടോ, എൻ്റെ റബ്ബ് ചെയ്ത ഒരു നിഅമത്ത്. എൻ്റെ പെണ്ണുമ്പിള്ള തന്നെ എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ വല്ല ജിന്നും കൂടാറുണ്ടോ? എൻ്റെ സ്വഭാവം കണ്ടിട്ട്. അപ്പോൾ ഇത് അല്ലാഹ് ചെയ്ത ഒരു നിഅമത്ത്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. നിങ്ങളുടെ മനസ്സിന് വേദനയുണ്ടാക്കണ എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്ന്, എൻ്റെ നാവിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെട്ടേക്കണം. പൊരുത്തം ചോദിക്കാൻ എനിക്കൊരു നാണവും ഇല്ല. അള്ളാഹു പുറത്തേരുമാറാകട്ടെ. പൊരുത്തപ്പെടുവോ? പൊരുത്തപ്പെടുവോ? പോയി. പൊരുത്തപ്പെടുവോ? ചിലത് പറയുന്നു, നോക്കാടാ സിറാജേന്ന്. എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു ഇൻഷാ അല്ലാഹ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, പൊരുത്തം തരുവോന്ന്. നിങ്ങൾ എന്താ പറയണേ? ഇൻഷാ അല്ലാഹ് നോക്കാന്ന്. അത് വല്ലാത്ത പറച്ചിലാടാ. എനിക്ക് ഇൻഷാ അല്ലാഹ് ഒന്നും വേണ്ട, പൊരുത്തപ്പെട്ടാൽ മതി. അള്ളാഹു പുറത്തേരുമാറാകട്ടെ. പൊരുത്തപ്പെടൂല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കൊണ്ട് ദുആ ചെയ്യാം. അൽഹംദുലില്ലാഹ്, ഇവരൊരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാ. ഇവർ ചെയ്യുന്ന നന്മ ചെറുതൊന്നുമല്ലടോ. ഇവിടെ ഇന്ന് എന്തിനും എല്ലാവരും പലിശയുമായി ബന്ധപ്പെടുന്നവരാ, പലിശയുമായി ബന്ധപ്പെട്ടു പോകുന്നവരെ പലരും. ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാ. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. കഴുത്ത് തിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നീ വാ. എന്താ മോനെ? യൂത്ത് വിങ്ങും SKSF-ഉം അൽഹംദുലില്ലാഹ് സംയുക്തമായി നടത്തുന്ന പരിപാടി അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا ربي صل عليه وسلم. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്കൊക്കെ നമ്മുടെ ദുആയ്ക്ക് അള്ളാഹു ഇജാബത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. നല്ല മരണം വേണ്ടവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. വാ, എല്ലാവരും പൊക്കി. അൽഹംദുലില്ലാഹ്. അള്ളാഹു ഈ കൈവക്കി എല്ലാവർക്കും നല്ല മരണം നൽകുമാറാകട്ടെ. കൈ പൊക്കാത്തവൻ അള്ളാഹു നന്നാക്കുമാറാകട്ടെ. ഒന്നുകൂടെ പൊക്കിക്കേ. അൽഹംദുലില്ലാഹ്. റോഡിൽ നിൽക്കുന്നവനും പൊക്കി. അള്ളാഹു എല്ലാവർക്കും നല്ല മരണം കൊടുക്കുമാറാകട്ടെ. പണ്ട്
ഉപ്പാപ്പയും കൊച്ചുമകനും കൂടെ ഒരു വീടിന്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോൾ വലിയൊരു ആനയെ കെട്ടിയിരിക്കുന്ന ഒരു കഥയുണ്ട്. ചോദിക്കടാ, കിട്ടിയാ കിട്ടിയില്ലെങ്കിൽ പോട്ടെ ഇല്ലേ? ചോദിച്ചാ കിട്ടിയാ കിട്ടിയില്ലെങ്കിൽ പോകട്ടെ. ഈ നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അറിയോ? നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നല്ല മരണം എന്ന് പറഞ്ഞാൽ മുഖത്ത് നോക്കിയാൽ അറിയാം. മരിച്ചു കിടക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയാൽ അറിയാം നല്ല മരണമാണോ അല്ലയോ എന്ന്. എടോ, വെള്ളിയാഴ്ച രാവിലോ പകലിലോ കടങ്ങൾ തീർത്ത് തൗബ ചെയ്ത് ഒളുവോടുകൂടി നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ മലക്കുകൾ സ്വാഗതം പറയുന്നത് കേട്ട് നബിതങ്ങളെ സാക്ഷിയാക്കി ഷഹാദത്ത് കലിമ പറഞ്ഞ് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കണം. മരിച്ച ഉടനെ നെറ്റിത്തടത്തി നോക്കണം, വിയർക്കും. മൂക്കിന്റെ ദ്വാരം പതിവില്ലാതെ വികസിച്ചു നിൽക്കും. മുഖത്തു പ്രകാശമുണ്ടാകും, ചുണ്ടിൽ പുഞ്ചിരിയുണ്ടാകും, ശരീരത്തിലും റൂമിലും സുഗന്ധമുണ്ടാകും. ഇതിനാണ് നല്ല മരണമെന്ന് പറയുന്നത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇങ്ങനെ ഒരു മരണം കിട്ടാൻ നിങ്ങൾ എന്ത് പുണ്യമാ ചെയ്തിട്ടുള്ളത്? നമ്മൾ, എൻ്റെ കാര്യം ഉൾപ്പെടെ. ഇങ്ങനെ ഒരു മരണം നിനക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചേ. നമ്മൾ എന്ത് നന്മയാ. ഞാൻ എപ്പോഴും വഴുത് പറയുമ്പോൾ എൻ്റെ വഴുത് കേൾക്കുന്നവർക്കറിയാം, ഞാൻ നിർത്തുമ്പോൾ ഒരു കഥ പറയാറുണ്ട്. ഒരു 36 വയസ്സുള്ള ഉസ്താദ് നിമോണിയ കൂടുതലായിട്ട് അദ്ദേഹം ഐസിയുവിനകത്ത് കിടക്കുകയാണ്. ഡോക്ടർ വന്ന് പരിശോധിച്ചു. ഡോക്ടർ വന്ന് പരിശോധനയെല്ലാം നടത്തിയിട്ട് ഇയാൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഡോക്ടർ വിചാരിച്ചു ബോധമില്ലാതെ കിടക്കാന്ന്. നേഴ്സിനോട് പറഞ്ഞു, ഇയാളുടെ വീട്ടുകാരോട് അറിയിച്ചേക്കാൻ പറഞ്ഞു, തീരാറായെന്ന്. സത്യം പറഞ്ഞ ഉസ്താദ് ഇത് കേട്ടുകൊണ്ട് കിടക്കുകയാ. ഡോക്ടർ പോയി കുറച്ചു കഴിഞ്ഞപ്പോ ഈ നേഴ്സ് പെണ്ണ് ഓടിച്ചെന്നിട്ട് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, ആ ഉസ്താദ് കിടന്ന് കരയുന്നു. എത്ര പറഞ്ഞിട്ടും കരച്ചിൽ നിർത്തണില്ല. അടുത്ത് കിടക്കുന്ന രോഗികൾ എല്ലാവരും വലിയ പ്രശ്നത്തിലാണ്, നിങ്ങളൊന്ന് വരാൻ. അങ്ങനെ ഡോക്ടറെ ഓടി വന്നു ഉസ്താദിന്റെ അടുക്കൽ. 36 വയസ്സുകാരനായി ഉസ്താദിന്റെ അടുക്കൽ വന്നിട്ട് ഡോക്ടർ ചോദിച്ചു, ഞങ്ങൾ ഏറ്റവും നല്ല മെഡിസിനാ ഉസ്താദ് നിങ്ങൾക്ക് തരുന്നേ. നിങ്ങൾ രക്ഷപ്പെടാൻ, നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിവിന്റെ പരമാവധി ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നിങ്ങൾ രക്ഷപ്പെടാൻ. നിങ്ങൾ ഇവിടെ കിടന്ന് കരയുന്നല്ലോ. ഈ അടുത്ത് കിടക്കുന്നതൊക്കെ രോഗികളാ. നിങ്ങൾ എന്തിനാ അവരെ പ്രയാസപ്പെടുത്തുന്നത്? നിങ്ങളൊന്ന് കരച്ചിൽ നിർത്ത്. നിങ്ങൾ മതം പഠിച്ച ആളല്ലേ, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഉസ്താദ് അപ്പോഴും കരയ്യ. ഡോക്ടർക്ക് ദേഷ്യം വന്നു. എന്താ, മരിച്ചു എന്ന് പേടിച്ചിട്ട് കരയ്യ? അയാളെ ചോദിച്ചു, നിങ്ങൾ മരിക്കൂന്ന് പേടിച്ചിട്ട് കരയാണോ? ഉസ്താദ് പതിയെ സ്വരത്തിൽ പറഞ്ഞു, മരിക്കാനൊന്നും എനിക്ക് പേടിയില്ല. ഞാൻ കരഞ്ഞാലും കരഞ്ഞില്ലെങ്കിലും മരിക്കും. കരഞ്ഞു എന്ന് പറഞ്ഞിട്ട് ദൈവം എന്നെ വെറുതെ വിടുവില്ല. അപ്പൊ അയാള് ചോദിച്ചു, നിങ്ങളുടെ ഭാര്യയും മക്കളെ ഓർത്തിട്ടാണോ? വീഡിയോ കോള് വിളിച്ചു തരാം. അല്ല, വീഡിയോ കോള് വിളിച്ചു തരാന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, അല്ല. 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 2 മക്കളുണ്ട് ആ ഉസ്താദിന്. അയാൾ അപ്പോഴും പറഞ്ഞു, അല്ല. അപ്പൊ ഡോക്ടർക്ക് അത്ഭുതമായി. അയാൾ മുസ്ലിമാ. അയാൾ ചോദിച്ചു, മരിക്കാൻ നിങ്ങൾക്ക് പേടിയില്ല? ഭാര്യയെയും 2 മക്കളെയും പിരിയുന്നതിലും പേടിയില്ല? പിന്നെന്തിനാ ഉസ്താദെ നിങ്ങൾ കരയണേ? പിന്നെന്തിനാ ഉസ്താദെ നിങ്ങൾ കരയണേ? ആ ഉസ്താദ് പറഞ്ഞ മറുപടി എന്തെന്നറിയും? ഉമ്മ, അള്ളാടെ മുമ്പിൽ പോകുമ്പോ കൊണ്ടുപോകാൻ എൻ്റെ കയ്യിലൊന്നും ഇല്ലല്ലോ. 36 കൊല്ലം ഞാൻ ജീവിച്ചില്ലേ? എൻ്റെ റബ്ബെനിക്കെല്ലാം തന്നില്ലേ? എന്ത് ധൈര്യത്തിലാ ഞാൻ പോവാ? എന്ത് നന്മയുമായിട്ടാ ഞാൻ എൻ്റെ റബ്ബിനെ കാണാൻ പോകുന്നേ? എടോ, ഇവിടെ നിന്ന് വഴുത് കഴിഞ്ഞ് പോകുമ്പോ അസറായിൽ വന്നിട്ട് വിളിക്കണു, വാ വാപ്പാ പോകാം. എന്തുണ്ടുപ്പാ നിന്റെ കയ്യില്? നീ ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ ചെറുപ്പക്കാരൻ എൻ്റെ ഉമ്മാനോട് ചോദിക്കട്ടെ, ഉമ്മ, എന്ത് പുണ്യമാ ഉമ്മ നീ ചെയ്തിട്ടുള്ള ഒരു നല്ല മരണം കിട്ടാൻ, അള്ളാടെ മുമ്പിൽ പോകുമ്പോ രക്ഷപ്പെടാന് നീ എന്താ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കണേ? എന്തിനാ മോളെ ഇങ്ങനെ നടക്കണേ? നിങ്ങളുടെയൊക്കെ സ്വഭാവം കാണുമ്പോ നീ എന്തൊക്കെയോ സ്വർഗത്തിന്റെ പാസ് നിന്റെ കയ്യിലിരിക്കണ പോലെ അല്ലേ ഉമ്മ നടക്കണേ? എടോ, നമ്മൾ ആർക്ക് വേണ്ടിയാടോ വാരി കൂട്ടി വെച്ചുകൊണ്ട് നടക്ക? കൊടുക്കത്തില്ല. വാപ്പ, നീ മരിച്ച നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ പോലും നിന്റെ മോൻ അറിയില്ല. വാപ്പ ചോദിച്ചു നോക്കോ എൻ്റെ അടുത്ത്. നീ നിന്റെ മോളോട് ചോദിച്ചേ, എടി ഞാൻ മരിച്ച എന്നെ കുളിപ്പിക്കാൻ അറിയാമോന്ന് ചോദിച്ചേ? അറിയില്ലപ്പാ. അവൾക്ക് വേണ്ടിയല്ലേ നീ കൂട്ടി വെച്ചിരിക്കണേ? നീ ആർക്കും കൊടുക്കാതെ, തിന്നാതെ, കുടിക്കാതെ, ധരിക്കാതെ കൂട്ടി വെച്ചിരിക്കണം മക്കൾക്ക്. മയ്യത്ത് നിസ്കരിക്കാൻ പോലും അറിയില്ലടോ. ഒരു യാസീൻ ഓതാൻ പോലും അറിയില്ലടോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, നമ്മൾ ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടി വാഴ്ന്നിലൊന്നും കാര്യമില്ലടോ. നമ്മൾ ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ട് തിരിച്ചു പോകുമ്പോൾ നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകണം.
എന്തെങ്കിലും ഒരു നന്മയുണ്ടാകണോടോ, നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. അർഹമർ റഹീമായ കരുണക്കടലായ ദയാലുവായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ കബൂലാക്കണേ അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട്, നിന്റെ ഉദാര്യം കൊണ്ട് നീ പുറത്തു മാപ്പാക്കണേ അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടാത്ത ഒരാള് പോലും ഈ മജ്‌ലിസിലില്ല തമ്പുരാനെ. അല്ലാഹുവേ, ഇന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്കറിയാം പടച്ചവനെ. ഈ നീട്ടുന്ന കയ്യ നീ തട്ടിക്കളയല്ല റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും ഞങ്ങൾ സമ്മതിക്കുന്നു തമ്പുരാനെ. അത് തെറ്റാണ് തമ്പുരാനെ. ചെയ്തു പോയതിൽ കുറ്റബോധമുണ്ട് തമ്പുരാനെ. ഇനി ഒരിക്കലും ചെയ്യില്ലെന്നുള്ള ഉറച്ച തീരുമാനമുണ്ട് തമ്പുരാനെ. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ ഞങ്ങളോട് കരുണ കാണിക്കണേ ഞങ്ങളെ നീ ആട്ടി ഓടിക്കല്ലേ ഇത് ഞങ്ങളുടെ തൗബയാണ് പടച്ചവനെ. എത്ര വലിയ പാപം ചെയ്താലും പുറത്തു തരാൻ നിനക്ക് കഴിവുണ്ടല്ലോ നീ ഗഫൂറാണല്ലോ നീ റഹീമാണല്ലോ നീ 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാണല്ലോ കടലിന്റെ തിരമാലകളോളം പാപം ചെയ്താലും നീ പുറത്തു തരുന്നവനാണല്ലോ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്കൊരവസരം താ പടച്ചവരെ, ഞങ്ങൾക്കൊരവസരം താ പടച്ചവരെ. നീ ഞങ്ങളെ കൈവിടല്ലേ തമ്പുരാരെ. ഇവിടെ നിന്നിറങ്ങി പോകുമ്പോ ഹജ്ജ് കഴിഞ്ഞു പോകുന്ന ഹാജിയെ പോലെ നീ ഞങ്ങളെ യാത്രയാക്കണേ ഞങ്ങളുടെ പാപം പൊറുക്കണേ ഞങ്ങളുടെ പാപം പൊറുക്കണേ ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിലാണ് റബ്ബേ. അവരുടെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല റബ്ബേ. നീ അവർക്ക് പുറത്തു കൊടുക്കണേ അവരുടെ ഖബർ വിശാലമാക്കണേ പടച്ചവനെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ രോഗം പിടിച്ച് വീടിന്റെ അകത്ത് കിടന്ന് കരയുന്നത് കാണേണ്ട അവസ്ഥ വരുത്തല്ല അവരുടെ പൊരുത്തം നൽകണേ അവരുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം നൽകണേ അല്ലാഹുവേ, ഞങ്ങളിൽ പലരും രോഗികളാണ് റഹ്മാനെ. മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗമുള്ളവരുണ്ട് പടച്ചവരെ. ഏതെങ്കിലും മാരകമായ രോഗം ഞങ്ങൾക്കുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ. അല്ലാഹുവേ, സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും നീ ഞങ്ങൾക്ക് തരല്ലേ നീ ഞങ്ങളെ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല റബ്ബേ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം നൽകല്ലേ കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ല നോക്കി നോക്കി മടുത്തു മരിക്കാൻ വേണ്ടി സ്വന്തം മക്കൾ ദുആ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ കള്ളും കഞ്ചാവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന മക്കളാക്കല്ല ഞങ്ങളെ ചീത്ത വിളിക്കുന്ന, ഞങ്ങളെ തല്ലിക്കൊല്ലുന്ന മക്കളാക്കല്ല ഞങ്ങൾക്ക് സ്വർഗം വാങ്ങിത്തരുന്ന മക്കളാക്കണേ ഞങ്ങളുടെ ഭാര്യമാരെ നീ സ്വാലിഹത്തുകളാക്കണേ അല്ലാഹുവേ, എപ്പോ എവിടെ വെച്ചാടും മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ. ഈമാനുള്ള മരണം നൽകണേ ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ. 100 പേരിൽ കൂടുതൽ മയ്യത്ത് നിസ്കരിക്കുന്ന ഒരു മരണം തരണേ അല്ലാഹുവേ, ഈ മജ്‌ലിസിലിരിക്കുന്ന പണ്ഡിതന്മാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലുലമാ വറസത്തുൽ അംബിയായിൽ പെടുത്തണേ അവരുടെ ഖിദ്മത്തുകൾ സ്വീകരിക്കണേ
ഈ 12 മണി വരെ ഈ മജ്‌ലിസിലിരുന്ന എൻ്റെ വാപ്പമാർക്ക് ആഫിയത്തും ദീർഘായുസ്സും നല്ല മരണവും കൊടുക്കണേ അല്ലാ. ഈ സഹോദരങ്ങളെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. നല്ല ജോലിയും നല്ല ജീവിതവും കൊടുക്കണേ അല്ലാ. ഈ ചെറുപ്പക്കാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. നല്ല ഇണകളെ കൊടുക്കണേ അല്ലാ. നല്ല ഭാവി കൊടുക്കണേ അല്ലാ. വിദ്യാർത്ഥികൾ അനുസരണയുള്ള മക്കളാക്കണേ അല്ലാ. മാതാപിതാക്കൾക്ക് സ്വർഗം വാങ്ങിക്കൊടുക്കുന്ന മക്കളാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കൾ പരീക്ഷ എഴുതി കാത്തിരിക്കുകയാണ് റബ്ബേ. പരാജയപ്പെടുത്തല്ലേ റബ്ബേ. ഉന്നത വിജയം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവരെ എൻ്റെ ഉമ്മ പെങ്ങന്മാരെ നീ കൈവിടല്ലേ അല്ലാ. ഒരുപാട് വേദന സഹിച്ചവരാട് ഇനിയും വേദനിപ്പിക്കല്ല റബ്ബേ. അറുത്തു മുറിക്കല്ലേ അല്ലാ. കണ്ണുനീര് കുടിപ്പിക്കല്ല അല്ലാ. പടച്ചവരെ ചിരിക്കുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സ് ഉരുകുകയാണ് റഹ്മാനെ. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കണേ തമ്പുരാനെ. ഭർത്താക്കന്മാരെ നന്നാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ മാസങ്ങളായി രാപ്പകലുകൾ കടന്ന് കഷ്ടപ്പെടുന്ന ഈ പരിപാടിയുടെ സംഘാടകരെ കൈവിടല്ലേ അല്ലാ. അവരുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കണേ അല്ലാ. ഈ നാടിന്റെ വെളിച്ചമാക്കണേ അല്ലാ. അവർക്ക് എല്ലാവിധ ഖൈറും നൽകണേ അല്ലാ. അവരുടെ മാതാപിതാക്കൾ ഇതുപോലെ ഒരു നല്ല മകനെ റബ്ബനിക്ക് തന്നല്ലോ എന്നോർത്ത് സന്തോഷിക്കണേ അല്ലാ. അവർക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന ജമാഅത്ത് കമ്മിറ്റി ഈ നാട്ടുകാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും നല്ല മരണം കൊടുക്കണേ അല്ലാ. ഈ സ്ഥല സൗകര്യം ചെയ്തു കൊടുത്തവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. എനിക്ക് ഭക്ഷണം തന്ന കുടുംബത്തിന് സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കണേ അല്ലാ. ഹൗദിൽ കൗസർ കുടിപ്പിക്കണേ അല്ലാ. എല്ലാവിധ ഖൈറും നൽകണേ അല്ലാ. മൈക്ക് സെറ്റിന്റെ പ്രവർത്തകരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ആ സഹോദരങ്ങളൊക്കെ നീ ഈമാൻ നിലനിർത്തണേ അല്ലാ. സഫീറിന് നല്ല ജീവിതം കൊടുക്കണേ അല്ലാ. റാഫിയെ നീ അനുഗ്രഹിക്കണേ തമ്പുരാന്. അവന്റെ പ്രവർത്തനങ്ങൾ കബൂലാക്കണേ തമ്പുരാന്. ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ആക്കിബത്ത് നന്നാക്കണേ തമ്പുരാന്. അവരുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ തമ്പുരാന്. അവരുടെ ജീവിത മാർഗങ്ങളിൽ ബർക്കത്ത് നൽകണേ തമ്പുരാന്. അല്ലാഹുവേ എൻ്റെ കൂടെ വന്ന സഹോദരങ്ങൾ പടച്ചവനെ ഷാജഹാൻ എന്ന സഹോദരൻ അല്ലാഹുവേ നിഷാദിനെ നീ അനുഗ്രഹിക്കണേ തമ്പുരാന്. അവരുടെ ജോലിയിൽ ബർക്കത്ത് നൽകണേ തമ്പുരാന്. ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ തമ്പുരാന്. ഹാഫിളിന്റെ വാപ്പമാരാക്കണേ തമ്പുരാന്. സുൽഫിക്ക് എല്ലാവിധ ഖൈറും നൽകണേ തമ്പുരാന്. അല്ലാഹുവേ അല്ലാഹുവേ പടച്ചവനെ പാവപ്പെട്ടവർക്ക് വേണ്ടി സദക്ക ചോദിച്ചപ്പോ തന്ന ഒരാളെയും നീ കൈവിടല്ലേ അല്ലാ. നീ അവരെ ഏറ്റെടുക്കണേ അല്ലാ. അവർക്ക് നീ ഖൈറ് നൽകണേ അല്ലാ. സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാ. നല്ല മരണം കൊടുക്കണേ അല്ലാ. ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തു എല്ലാവരുടെ എല്ലാവിധ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ തമ്പുരാനെ. പടച്ചവനെ ആരെല്ലാം ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയോ മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാതെ നീ ഭാഗ്യം തരണേ അല്ലാ. നീ ഭാഗ്യം തരണേ അല്ലാ. പടച്ചവനെ നിന്റെ മുമ്പിൽ നീട്ടി ഈ കരങ്ങൾ മരിക്കുമ്പോൾ ആരുടെ മുമ്പിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. ഒരാളുടെ മുമ്പിലും മരിക്കുമ്പോൾ തല താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. പടച്ചവനെ ഈ ദുആയ നീ കബൂലാക്കണേ റബ്ബേ. പടച്ചവനെ ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരാളെയും നീ വെറും കയ്യോടെ മടക്കല്ലേ അല്ലാ. പടച്ചവനെ ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാ. അപകട മരണങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ ജനങ്ങളെ കാണിക്കാതെ പെട്ടെന്ന് കൊണ്ടുപോയി ഖബറടക്കുന്ന മരണം തരല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ല അല്ലാ.
ഞങ്ങളുടെ പൊന്നുമക്കളെ നീ യതീമീങ്ങളാക്കല്ല റബ്ബേ. ജീവിച്ചു കൊതി തീർന്നിട്ടില്ല ഞങ്ങളുടെ ഭാര്യമാരെ നീ ചെറുപ്പത്തിലെ വിധവകളാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടവാ. ഞങ്ങളുടെ മക്കളെ നീ കാത്തുകൊള്ളണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ കാത്തുകൊള്ളണേ അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ പൊന്നുമക്കളുടെ മയ്യത്ത് കബറടക്കേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. അല്ലാഹുവേ, ഈ ദുആയ നീ കബൂലാക്കണേ റഹ്മാൻ. അല്ലാഹുവേ, ഞങ്ങൾ ഒരുപാട് പാപം ചെയ്തവരാ, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ റബ്ബേ. ഞങ്ങൾക്ക് ആർക്കും നീ അഹങ്കാരം തരല്ല അല്ലാ. ഞങ്ങൾക്കെല്ലാം നീ ഖൗഫ് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ ഇഖ്ലാസ് നൽകണേ അല്ലാ. അല്ലാഹു, എൻ്റെ ഉമ്മായും എൻ്റെ ഉപ്പയും എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ ഭാര്യ പിതാവും ഖബറില, നീ സ്വർഗം കൊടുക്കണേ അല്ലാ. എൻ്റെ ജ്യേഷ്ഠൻ്റെ ഖബർ നീ വിശാലമാണ്. എൻ്റെ ഉമ്മാന് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. എൻ്റെ സഹോദരങ്ങളൊക്കെ നീ അനുഗ്രഹിക്കണേ അല്ലാ. എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും എനിക്ക് സ്വർഗം വാങ്ങിത്തരുന്നവരാക്കണേ റബ്ബേ. എൻ്റെ പൊന്നുമക്കളെ നീ ഹാഫിളീങ്ങളാക്കണേ അല്ലാ. ഒരു ഹാഫിളിൻ്റെ വാപ്പയാക്കണേ പഠിച്ചു. അല്ലാഹു, ഈ ശബ്ദം നീ നിലനിർത്തണേ. അഹങ്കാരം തരല്ലേ പഠിച്ചു. ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളൊക്കെ നീ പൊറുക്കണേ റഹ്മാൻ. അല്ലാഹുവേ, ഒരുപാട് രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്, നീ ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ ദുആയ്ക്ക് ഇജാബത്ത് നൽകണേ അല്ലാ. ഖുർആനും ഹദീസും ഓതി അർത്ഥം പറയുന്നവന്, അറിവില്ലാത്തവന് പിഴവുകളൊക്കെ നീ പൊറുക്കണേ റഹ്മാൻ. അല്ലാഹു, എൻ്റെ ഉപ്പച്ചിമാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ മജ്ലിസുകൾ നീ കബൂലാക്കണേ തമ്പുരാൻ. അല്ലാഹുവേ, ഈ വർഷം ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്, എല്ലാ വഴികളും നീ തുറക്കണേ റഹ്മാൻ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളിന്ന് പിരിയുകയാ. ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞങ്ങൾ കണ്ടില്ലെങ്കിലും നിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാൻ ഭാഗ്യം തരണേ അല്ലാ. ഈ ദുആ അവസാന ദുആ ആക്കല്ലേ അല്ലാ. ഇത് അവസാന രാത്രിയാക്കല്ലേ അല്ലാ. ഇത് അവസാനത്തെ മജ്‌ലിസ് ആക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാണെങ്കിൽ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ റബ്ബേ. തൗബയാക്കണേ അല്ലാ. തൗബയാക്കണേ നാഥ. اللهم رب ارحمهما كما ربياني صغيرا. اللهم رب ارحمهما كما ربياني صغيرا. اللهم رب ارحمهما كما ربونا صغارا. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. സമയം താമസിച്ചതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു.